സാഹചര്യമൊക്കെ നമുക്ക് എല്ലാവർക്കും ഭയങ്കര ഒരു ഇഷ്ടമായി, എല്ലാവരുടെയും മനസ്സിൽ തട്ടി പാറമ്മന്റെ ആ ഒരു ധൈര്യം. അപ്പൊ അതിനെ കുറിച്ച് പാറമ്മയ്ക്ക് എന്താ പറയാനുള്ളത്? അല്ലേ, അടിപൊളിയാണ്. അപ്പൊ പാറമ്മ ആരോടാണ് ഈ ആഗ്രഹം പറഞ്ഞത്? എങ്ങനെയാണ് അത് വീഡിയോ ആയത്? എങ്ങനെയാണ് ഇത്ര ജനങ്ങളിൽ എത്തിയത്? പാറമ്മയ്ക്ക് വല്ലതും അറിയോ? അല്ലേ, പാറമ്മ ഇപ്പൊ പണിക്ക് പോവാൻ നിൽക്കാണ്. അപ്പൊ പാറമ്മ ഈ കാര്യങ്ങളൊന്നും അറിഞ്ഞിട്ടില്ല, അപ്പൊ സോഷ്യൽ മീഡിയയിൽ വൈറലായതൊന്നും അറിഞ്ഞിട്ടില്ല. പാറമ്മ ഇപ്പൊ സന്തോഷത്തില് അങ്ങനെ പണിക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഞങ്ങൾ പെട്ടെന്ന് ഇങ്ങനെ കാണാൻ വേണ്ടി വന്നാണ്. അപ്പൊ കണ്ടു. അപ്പൊ ഈ വീഡിയോസ് എടുത്ത ആള് നമ്മുടെ കൂടെ ഉണ്ട്, ഷൈൻ എന്നാണ് പേര്. നമ്മുടെ ഒരു മച്ചാനും കൂടെയാണ് കേട്ടോ. അപ്പൊ മച്ചാനോടാണ് നമ്മുടെ പാറമ്മ പറഞ്ഞ് ഇന്നപോലെ വീഡിയോസ് അല്ല എനിക്ക് കേറണം എന്ന് പറഞ്ഞല്ലേ. ആദ്യം എന്താ പറഞ്ഞ സൈക്കിൾ റൈഡ് ചെയ്യണമെന്നാ പറഞ്ഞല്ലേ? അവരും കൊണ്ട് സംസാരിച്ചോണ്ടിരിക്കുക. അതായത് എനിക്ക് ആ സൈക്കിളിലൊന്ന് കയറി കൊള്ളാമെന്ന് സംസാരിക്കുന്നതിനിടയില് അത് കേൾക്കാനിടയായി. അപ്പൊ എനിക്കിതേപോലെ എന്താ പറയാ കുറെ അമ്മമാരുടെ ആഗ്രഹങ്ങൾ സാധിച്ചു കൊടുക്കുന്ന ആഗ്രഹം. മൂപ്പന്റെ അത് കണ്ടപ്പോ ഞാൻ ശരി എന്നാ നീ പാറമ്മ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് മാനേജറിന്റെ പെർമിഷനോടെ ഞങ്ങളത് സിഗ്നേച്ചർ ചെയ്യുകയാണ്. ഒട്ടും പ്രതീക്ഷിച്ചില്ല അല്ലേ? എല്ലാരും പാറമ്മയും പ്രതീക്ഷിച്ചില്ല. പാറമ്മ ഒന്ന് നമ്മള് വരുമ്പോഴല്ലേ അറിയണ ഈ സംഭവം. അപ്പൊ അറിഞ്ഞു തോന്നുന്നു ഈ കാര്യം. അപ്പൊ നമുക്കതേലും പാറമ്മ ഇന്ന് പണിക്ക് പോകാൻ വേണ്ടി ധൃതി കൂട്ടി നിൽക്കുകയാണ്. പാറമ്മയ്ക്ക് ഇന്ന് പണിക്ക് പോകണല്ലേ? അപ്പൊ ഞങ്ങൾ ഒന്ന് കാണാന്ന് പറഞ്ഞ അന്നാണ്. പാറമ്മ ഈ വിശേഷങ്ങളൊന്നും അറിഞ്ഞിട്ടില്ല. പാറമ്മനെ എന്താ പറയാ ലോകം അറിഞ്ഞത് അറിഞ്ഞില്ല. പാറമ്മയ്ക്ക് അറിയോ, കേരളത്തിലെ തന്നെ ഇതുപോലെ ഇത്രയും പ്രായമായ ഒരു വ്യക്തി വേറൊരു ഇങ്ങനത്തെ ഒരു പരിപാടി ഇതുവരെ ചെയ്തിട്ടില്ല. അതിൽ പാറമ്മയ്ക്ക് സത്യം പറഞ്ഞാൽ അഭിമാനിക്കുക. അപ്പൊ ഞങ്ങൾ അഭിമാനിക്കുന്നത് ഇപ്പോൾ ഷൈൻ എന്ന് പറയുന്ന ആൾ ഇതിലൊരു ഭാഗമാകാൻ നല്ല അഭിമാനിക്കുന്നുണ്ട്. ഒരുപാട് പേര് ഇനിയും പ്രായമുള്ളവരൊക്കെ ഒരു കാര്യത്തിൽ ഇതുപോലുള്ള കാര്യങ്ങൾക്ക് അവർ മാറ്റി വയ്ക്കുന്നു. എനിക്ക് വയസ്സായില്ല, ഞാനിതിന് താല്പര്യമില്ല പറയുന്നവർക്ക് നല്ലൊരു പ്രചോദനമായിട്ട് പാറമ്മ ഇനിയും മുന്നോട്ട് വരട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അപ്പോൾ ഇതായിരുന്നു കേസ് നമ്മുടെ ഇന്നത്തെ ഒരു ചെറിയ വീഡിയോ. പിന്നെ ഇതിന്റെ പാറമ്മ പോണ കുറേ വിഷ്വൽസും കാര്യങ്ങളും അവിടുത്തെ കുറേ കാഴ്ചകളൊക്കെ ഉണ്ട്, അതൊക്കെ നിങ്ങളിപ്പോൾ കാണും. ഞാൻ ബ്രേക്ക് ഇടാൻ വരടാ. അമ്മ വെളിയിടുമ്പോ കാര്യം വെളിയിടി. അമ്മ കൈ വിട്ടോട്ടോ, അമ്മ കൈ വിട്ടോ. ആ കേട്ടോ. റെഡി? 1 2 3 start go. അതൊന്ന് പിടിച്ചോ. ഉണ്ട് പാറമ്മ. ഓക്കെ. അപ്പൊ ഞങ്ങൾ എന്തായാലും പാറമ്മനെ ഇനി ഒരുപാട് നേരം വെയിറ്റ് ചെയ്യിപ്പിക്കില്ല. നമുക്ക് വേറെ പാറമ്മനെ പണിക്ക് വിടാം. പാറമ്മയ്ക്ക് എത്ര വയസ്സായി ഇപ്പോ ശരിക്ക്? ശരിക്കും ഇപ്പൊ 61 വയസ്സാണ്. നമുക്ക് വീഡിയോസിൽ ഇടുമ്പോ ചെറിയൊരു ഫാൾട്ട് പറ്റിയിട്ടുണ്ട്. അപ്പൊ ശരിക്കും ഇപ്പൊ 61 വയസ്സ് പാറമ്മയ്ക്ക്. വീട്ടിലായിരിക്കും? വീട്ടില് മക്കളുണ്ട്. ഇപ്പൊ 3 ആണും 1 പെണ്ണും ഉണ്ട്. അത് എല്ലാത്തിനും കല്യാണം കഴിഞ്ഞ് പേരക്കുട്ടികളായി. പാറമ്മ സ്വന്തമായിട്ട് സുഖമായിട്ട് ഇരിക്കുന്നു. പഠിച്ചു പൊളിയായിട്ട്. ഇനിയിപ്പോ ആഗ്രഹങ്ങൾ എന്തൊക്കെയാ ഉള്ളത്? വേറെ ഉണ്ട് ആഗ്രഹങ്ങള്. ഒന്നും കൂടി സൈക്കിളിൽ കൂടെ പോണം. സൈക്കിളിൽ പോണം. ഞാന് മുത്തുവിന്റെ ആഗ്രഹം ഞാൻ സാധിച്ചു തരും. നിങ്ങൾക്ക് എപ്പോഴാ ഫ്രീ പറഞ്ഞ ആ സമയത്ത് അങ്ങോട്ട് വരണം. ഞാൻ നിങ്ങളുടെ നമ്പർ മേടിച്ചിട്ട് പോകണല്ലോ. ഓക്കെ. അപ്പൊ നമ്മൾ ഇനി എന്തായാലും ഒരു ദിവസം നമ്മുടെ പാറമ്മയ്ക്ക് സൈക്കിൾ യാത്രയും കൂടെ ചെയ്യണമെന്നാണ് പറയണത്. അതും കൂടെ നമ്മള് സാധിച്ചു കൊടുക്കണായിരിക്കും. അപ്പൊ
അപ്പോൾ അച്ഛന്മാരെ ഇതാണ് നമ്മുടെ ഈ പാറൂമിന്റെ വിശേഷങ്ങൾ. എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ വൈറലായിക്കൊണ്ടിരിക്കുന്ന പാറൂമാണ്. അതായത് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ട് ഈ ഒരു പ്രായത്തിൽ അത് നമ്മൾ സാരി ഉടുത്തിട്ടായിരുന്നു പാറൂമ കയറിയത്. അതാണ് അതിൻ്റെ ഏറ്റവും വലിയ ഗുഡ്. സാരി ഉടുത്തിട്ട് നമ്മുടെ മലയാളികൾ, അതായത് മലയാളികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാരി ഉടുത്ത് കേരളത്തിൻ്റെ തനതായ ഡ്രസ്സിങ്ങിൽ ഒരു പരിപാടി അഡ്വഞ്ചർ പോട്ടെ ചെറിയൊരു പരിപാടിക്ക് കൂടെ അവർ തയ്യാറാകില്ല. അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ നമ്മുടെ പാറൂമ്മ ആ സാരി ഉടുത്ത് സാരി ഉടുത്തിട്ട് തന്നെ കയറി. അങ്ങനെ എന്താ പറയാ, നല്ലൊരു മോട്ടിവേഷൻ ആയിരുന്നു. അപ്പോൾ ഇതാണ് ഒരു കൊച്ചു വീഡിയോ. അപ്പോൾ ഇതിൻ്റെ ബാക്കി കാര്യങ്ങളെല്ലാം നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ ഒരു കിടിലൻ വീഡിയോസ്. അപ്പോൾ നിങ്ങൾ ഇനിയിപ്പോൾ പാറൂമിനെ കുറിച്ച് അറിയാൻ ആഗ്രഹിക്കുന്ന കുറേ പേരുണ്ടാവും. അപ്പോൾ എല്ലാവരും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അപ്പോൾ ഓക്കെ, പാറൂമ ഇന്ന് എന്തായാലും പണിക്ക് പോവാണേ. അപ്പോൾ നമുക്ക് ഇനി അടുത്തൊരു കിടിലൻ വീഡിയോ ആയിട്ട് കാണാം. ഈ പാറൂമിനെ വർക്കിനോണ്ട് പറയണം. പാറ പറയണേ എനിക്ക് വണ്ടി കയറാനൊന്നും പേടിയില്ല. പാറ നമ്മുടെ വണ്ടി കയറണേ. എനിക്ക് സമയം പോയി ഞങ്ങളോട് സംസാരിച്ച് തന്നിട്ട് നമ്മൾ എന്തായാലും പാറൂമിനെ പണിസ്ഥലത്ത് കൊണ്ടുവിടാൻ പോട്ടെ.